നമസ്കാരം. സോംജീസ് മിററിൽ മണി ടാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് താണു തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 22,932 ക്ലോസ് ചെയ്തിരിക്കുന്നു. 12 പോയിന്റോളം താഴെയാണ്. പക്ഷെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ബ്രെഡ്ത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻസിലായിട്ടുണ്ട് എന്ന്. മാർക്കറ്റിൻ്റെ ഇടിവിൻ്റെ സാധ്യതകൾ എവിടം വരെ ഉണ്ടെന്ന് മാർക്കറ്റ് ഏകദേശം തിരിച്ചറിഞ്ഞു എന്ന് തോന്നുന്നു. 22,900 22,800 താഴോട്ട് പോകാൻ മാർക്കറ്റ് മടിക്കുന്നു. അല്ലെങ്കിൽ അവിടെ വെച്ച് ഒരു സെല്ലിങ് വന്നാൽ തന്നെ ഒരു ബൈയിങ് വന്ന് അതിനെ കവർ ചെയ്യുന്നു. മാർക്കറ്റ് കുറേ ദിവസങ്ങൾ ആയി ഈ ലെവലിൽ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഏകദേശം ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കി തുടങ്ങുന്നു മാർക്കറ്റിൻ്റെ താഴ്ചയുടെ സാധ്യത എവിടം വരെയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും ഒരുപാട് പേരുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അതായത് കുറേ അധികം ആളുകൾ എൻ്റെ ഇത്ര ലക്ഷം നഷ്ടമായി, എൻ്റെ പോർട്ട്ഫോളിയോ തന്നെ പോയി, എൻ്റെ പോർട്ട്ഫോളിയോ 50% ഇടിഞ്ഞു, 40% ഇടിഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കറ്റ് ആദ്യമായി ഒരു ഇടിവ് സംഭവിക്കുന്നതായിട്ടാണ് അവരൊക്കെ പ്രതീക്ഷിക്കുന്നത്, അവരൊക്കെ കാണുന്നത്. കാരണം അവരൊക്കെ ഇടപെട്ട് തുടങ്ങിയത് ഇപ്പോഴാണല്ലോ. കൊറോണയ്ക്ക് ശേഷം ഇടപെട്ട് തുടങ്ങിയവരാണ് 70% അക്കൗണ്ട് ഹോൾഡേഴ്സും എന്നാണ് പറയുന്നത് ഇന്ന്. അത് തീർച്ചയായിട്ടും അവരൊക്കെ ഈ താഴ്ച എന്ന് പറയുന്ന അവർക്ക് പുതുമയാണ്. അങ്ങനെയുള്ളവരാവാം കുറേ അധികം പേരും ഈ പറയുന്നത്. 2020 മുതൽ 24 വരെ മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ റിട്ടേൺ എത്രയുണ്ടെന്ന് അവർ അറിയുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 12% ഇടിഞ്ഞപ്പോഴാണ് അവർ തിരിഞ്ഞു നോക്കുന്നത്. എൻ്റെ കാശെല്ലാം പോയല്ലോ എന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഷെയർ മാർക്കറ്റിലുള്ളവരെല്ലാം ചെയ്യുക. ഇടിയുന്ന സമയത്ത് എല്ലാം പോയല്ലോ എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കരഞ്ഞു തുടങ്ങും. യഥാർത്ഥത്തിൽ അവർക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് 10-30% റിട്ടേൺ NSE നൽകിയിരുന്നു, നിഫ്റ്റി നൽകിയിരുന്നു. അത് ഈ കഴിഞ്ഞ ഒക്ടോബർ മുതലാണ് അത് താഴോട്ട് പോയത്. അപ്പോൾ നമ്മളൊക്കെ ആ വിഭാഗത്തിൽ പെടുന്നവരായിരിക്കും. എന്നാൽ തന്നെയും പ്രോഫിറ്റ് കിട്ടിയ രീതിയും ആ 4 വർഷം വളർന്നതും നമ്മൾ വിട്ടുകളഞ്ഞിട്ട് അടുത്ത നീക്കത്തിന് വേണ്ടി അല്ലെങ്കിൽ അടുത്ത ഉയർച്ച ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരുന്നിട്ടുണ്ടാവും. ലാഭം എടുക്കാതിരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണ് കൂടുതൽ കരച്ചിൽ വരുന്നത്, നഷ്ടത്തെക്കുറിച്ച്. കാരണം അവർക്ക് പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട്. അതേസമയം റൊട്ടീനായിട്ട് പ്രോഫിറ്റ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കേണ്ട കാര്യം വരില്ല. ഇപ്പോഴത്തെ താഴ്ച അടുത്ത ഉയർച്ചയ്ക്ക് വേണ്ടി തന്നെയാകും എന്നവർ പ്രതീക്ഷിക്കും. മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന കുറേ ഘടകങ്ങൾ ഇപ്പോഴുണ്ട് മാർക്കറ്റിനെ താഴോട്ട് വലിക്കുന്നത്. 26,300 നിന്ന നിഫ്റ്റിയാണ് 22,900 കിടക്കുന്നത്. അപ്പോൾ അതിന് ആ താഴേക്ക് വന്ന സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും സെപ്റ്റംബർ മുതലുള്ള ഈ 5 മാസം കൊണ്ട് ഉണ്ടായ വ്യത്യാസമാണ് ഇതൊക്കെ. അമേരിക്കൻ നയങ്ങൾ കൊണ്ട്, ഡോളറിൻ്റെ ഉയർച്ച കൊണ്ട്, ചൈനയുടെ ഉയർച്ച വരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയപരമായ സാഹചര്യങ്ങൾ, താരിഫ് ഉയർത്തലുകൾ, ഇതൊക്കെ സംഭവിക്കുന്നു. FIs സെല്ല് ചെയ്ത് അവരുടെ ലാഭമെടുക്കൽ തുടരുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് മാർക്കറ്റ് ഇങ്ങനെ താണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ലെവലിൽ സ്റ്റെബിലൈസ് ചെയ്യുന്നുവെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു അവസ്ഥയിലേക്കെങ്കിലും വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഏത് നിമിഷവും ഉയരുകയും താഴുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതിന് നമ്മൾ ആ റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് ഷെയർ മാർക്കറ്റായി പ്രവർത്തിക്കുന്നത്. അല്ലാതെ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഇത്ര രൂപയിട്ട് അത്ര രൂപ തന്നെ എടുക്കുന്ന ആ സംവിധാനം പോലെ റിസ്ക് ഇല്ലാത്തതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കരുതി ആരും ഇതിൽ കയറിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിൽ ഇടപെട്ടിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ റിസ്ക്.
ആ റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ആ റിസ്ക് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം, എങ്കിലാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മുന്നേറാനാവുകയുള്ളൂ. ഇന്നത്തെ മാർക്കറ്റ് നോക്കുമ്പോൾ നമ്മൾക്കറിയാം, നിഫ്റ്റിയിലെ കുറച്ച് ഷെയറുകളാണ് ഉയരാതിരുന്നത്, അല്ലെങ്കിൽ അവയുടെ മോശം പ്രകടനം കാരണമാണ് നിഫ്റ്റി മൈനസിൽ കിടക്കുന്നത്. രാവിലെ തന്നെ വളരെ മൈനസായിരുന്നു, വീണ്ടും അത് ഉയർന്ന് പോസിറ്റീവായി ഒരുപാട് മുകളിലോട്ട് പോയിരുന്നു. 23,000 പോയി, 3000 കടന്ന് പോയി, അത് വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ വോളറ്റൈലായ മാർക്കറ്റ് അവസാന നിമിഷം വീണ്ടും ഉയർന്നാണ് 12 പോയിന്റിനരികെ എത്തി നിലയുറപ്പിച്ചു. മിഡ് ക്യാപ്പുകളും സ്മാൾ ക്യാപ്പ് ഇൻഡെക്സുകളും ഉയർന്നു നിൽക്കുന്നു. ബാങ്ക് നിഫ്റ്റി ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ പോസിറ്റീവായ ടെറിറ്ററിയിലേക്കാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ മിഡ് ക്യാപ്പുകളിലെ വളരെയേറെ പ്രതീക്ഷകളോടെ നഷ്ടം സഹിച്ച് ഹോൾഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. മിഡ് ക്യാപ്പ് ഷെയറുകളിൽ ഡിഫൻസ് ഷെയറുകളൊക്കെ അവയെല്ലാം ഇന്ന് പതുക്കെ ചലിക്കുകയുണ്ടായി. കൊച്ചിൻ റിഫൈനറി ആയാലും മാസഗോൺ ഡോക്ക് ആയാലും BEL അങ്ങനെയുള്ള സ്റ്റോക്കുകൾ കുറേ എണ്ണം ഇന്ന് നല്ല രീതിയിൽ മുന്നേറുകയുണ്ടായി. സ്മാൾ ക്യാപ്പ് ഷെയറുകളിൽ നല്ല മുന്നേറ്റം ഉണ്ടായി. അവയൊക്കെ ഒരുപാട് താഴെ പോകുന്നു, അല്ലെങ്കിൽ കുറേ നിഫ്റ്റിയേക്കാൾ ഒരുപാട് പെർസെൻറ്റേജ് താഴെ പോകുന്ന ഷെയറുകളുണ്ട്. ആ ഷെയറുകളിലൊക്കെ പതുക്കെ ഇന്ന് ചലനമുണ്ടായി. അല്ലെങ്കിൽ മിഡ് ക്യാപ്പിലെ നല്ല ഓഹരികൾ ഇന്ന് മുന്നേറുകയുണ്ടായി. ആ മുന്നേറ്റത്തിന് കാരണം നല്ല കമ്പനികളുടെ പ്രവർത്തനം നല്ലതായിരുന്നു, അവ ഇനി ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് എല്ലാവരും കണക്ക് കൂട്ടുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ബൈ വരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അത് അതിൻ്റെ വില ഇപ്പോഴും ഉയർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ തന്നെയും മാസഗോൺ ഡോക്കിൽ ഇതിലൊക്കെ ബൈ വരികയുണ്ടായി. അപ്പോൾ മാർക്കറ്റ് നമ്മളൊരു കാണുന്നതിനേക്കാൾ കൂടുതൽ ഡെപ്തോടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. പിന്നെ ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങളിൽ പെട്ടുപോവുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ താരിഫ് യുദ്ധമൊക്കെ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഇപ്പോഴും നമുക്ക് കണക്കൂട്ടാറായിട്ടില്ല. അമേരിക്കൻ എക്കണോമി അത് പോസിറ്റീവായിട്ട് സ്വാധീനിക്കുമെന്നോ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുമെന്നോ പോലും കണക്കൂട്ടാറായിട്ടില്ല. അപ്പോൾ FISൻ്റെ സെല്ലിംഗ് ഒക്കെ യാദൃശ്യമായി ഇങ്ങനെ അവർ ലാഭമെടുക്കൽ നടത്തിയിരിക്കുകയാണ്. അവിടെ പ്രതീക്ഷയോടെ അവരങ്ങോട്ട് നീങ്ങിയിരിക്കുകയാണ്. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമായില്ലെങ്കിലത്തെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇന്നത്തെ നിലയിൽ ഏറ്റവും കൂടുതൽ വളർച്ച കാണിക്കുന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് അവർ തിരിഞ്ഞു നോക്കുകയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാർക്കറ്റിൽ ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവുകയും അവയ്ക്കനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യും. FISും ആരായാലും പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളാണ് അവരെല്ലാം. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ മാർക്കറ്റിനെയും കാണുക, നിങ്ങളുടെ ഷെയറുകൾ നിങ്ങൾ നിരീക്ഷിക്കുക, തുടർന്നു പോവുക, ക്ഷമയോടെ കാത്തിരിക്കുക. ഇതിന് നിങ്ങൾക്ക് പ്രതിഫലം ഉറപ്പായിട്ടും കിട്ടും. അല്ലാതെ നമ്മൾ ഒരു പാനിക്കായി സെല്ല് ചെയ്ത് കരഞ്ഞു വിളിച്ച് പോകേണ്ട ഒരു സമയമൊന്നുമല്ല ഇത്. മാർക്കറ്റ് ഇങ്ങനെ താഴുകയും ഉയരുകയും ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ കരഞ്ഞു പിടിച്ചിട്ടെറിഞ്ഞ് പോകാനാണെങ്കിൽ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എന്ത് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ ഇരിക്കാം, പ്രതീക്ഷയോടെ തന്നെ ഷെയറിനെ സമീപിക്കുക. നിങ്ങൾ വാങ്ങിയിട്ടുള്ള നല്ല ഷെയറുകളെ നിങ്ങൾ നിരീക്ഷിക്കുക. അതിൻ്റെ ഒരുപാട് വില വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ആ വില നിലവാരത്തിൽ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രം വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഉയർച്ചയിൽ നല്ലൊരു റിട്ടേൺ തന്നെ കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്, നിങ്ങളുടെ സഹകരണം ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാകുമെന്ന് എനിക്കറിയാം. അതിന് എൻ്റെ എല്ലാ സഹകരണവും നിങ്ങൾക്ക് ഉണ്ടാവും. നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക് യു. വീണ്ടും കാണാം.